മീറ്റ് മിസ്റ്റർ കൃഷ്ണകുമാർ, CPWDയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. കൃഷ്ണകുമാർ, 2 വാക്ക് സംസാരിച്ചിട്ട് വേണം പോകാൻ. ക്ഷമിക്കണം, പോകാൻ അല്പം ധൃതിയുണ്ട്. ഞങ്ങളുടെ കലാപരിപാടികളെ കുറിച്ച് ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞിട്ട് പോണം. ശ്രീനഗറിലെ മലയാളികളുടെ കലാപരിപാടികൾ കാണാനാണ് ഞാൻ വന്നത്. പക്ഷെ ഇവിടെ നടന്നത് കൈകുട്ടിക്കളിയും കഥകളിയും ഒന്നും അല്ലല്ലോ. കവാലി കേൾക്കാൻ ഇതുപോലൊരു സദസ്സിൽ വരണമെന്നില്ല. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. മിസ് ഗംഗയുടെ നൃത്തം നല്ലത് തന്നെ, പാട്ടും നന്നായിരുന്നു. പക്ഷേ നൃത്തം കേരളീയമായിരുന്നെങ്കിൽ. പാട്ട് മലയാളം, നൃത്തം നോർത്ത് ഇന്ത്യൻ. അച്ഛാ, ഇതല്ലേ യഥാർത്ഥ ഇന്റഗ്രേഷൻ? അപ്പോൾ നിങ്ങളും മലയാളിയാണോ? സംശയമുണ്ടോ? കണ്ടിട്ടെങ്ങനെ തോന്നിയില്ല. അതാണ് എന്റെ പ്രത്യേകത. അച്ഛാ, ഇനി നമ്മൾ തമ്മിൽ പരിചയപ്പെടാം. ഞാനാണ് നടനം സത്യഭാമ. കഴിഞ്ഞ 10 വർഷമായി ഞാൻ കൽക്കട്ടയിലായിരുന്നു. ഗംഗയും ഞാനും ഒരുമിച്ചാണ് കൽക്കട്ട വിട്ടത്. വളരെ നല്ലത്. എല്ലാവർക്കും നന്ദി. വരട്ടെ. അല്ല, പിന്നെ നമസ്കാരം. നമസ്കാരം. ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയാണ് ഗുഡ് ഈവനിങ് എന്ന് പറയാത്തത്. തികഞ്ഞ മലയാളിയല്ലേ? ഞാനൊരു തികഞ്ഞ ഇന്ത്യക്കാരനാണ്. ഞാനൊന്ന് പറഞ്ഞത് അതിന്റെ ശരിയായ സ്പിരിറ്റിലല്ല നിങ്ങൾ മനസ്സിലാക്കി. അവസരോചിതമല്ലാതെ അവതരിപ്പിക്കപ്പെടുന്ന ഏതൊരു കലാസൃഷ്ടിയും ആകർഷണീയമാവുകയില്ലെന്നേ ഞാനെന്ന് പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അന്നത്തെ എന്റെ നൃത്തം ശരിക്കും ഇഷ്ടായോ? ഗംഗയൊരു നല്ല നർത്തകിയാണ്. നിങ്ങളുടെ നൃത്തം ഇതിനു മുൻപ് ഞാൻ കണ്ടിട്ടുണ്ട്. തനിച്ചാണോ? എല്ലായ്പ്പോഴും. ഞാനും. നമസ്കാരം. നമസ്കാരം. ഇന്നും തനിച്ചാണോ? രണ്ടുപേരും. ഒരു ഷിക്കാരിയിൽ 2 പേർക്ക് സുഖമായി പോവാം. ഇങ്ങോട്ട് പോരൂ. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാമല്ലോ. ആദ്യം ക്ഷണിച്ചത് ഞാനല്ലേ? ആലോചിക്കട്ടെ. എന്താണ് ഇത്ര ആലോചിക്കാൻ? ഞാനല്ല, ഗംഗയാണ് ആലോചിക്കേണ്ടത്. ചലോ ഭായ്. വിവാഹത്തെക്കുറിച്ച് എനിക്ക് സ്വപ്നങ്ങളെ ഉണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങളെ കണ്ടതിന് ശേഷം ഒരു കലാകാരിയെ വിവാഹം കഴിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. പക്ഷെ ഗംഗ എന്റെ ധാരണകളെ തിരുത്തി. അയ്യോ, അപ്പൊ ഞാൻ നൃത്തം ചെയ്യുന്ന ഇഷ്ടമല്ലേ? ഗംഗ നൃത്തം തുടരുന്നതിൽ എനിക്ക് വിരോധമില്ല. ഒരു ഭാര്യയുടെ കടമകളെ കുറിച്ച് ബോധമുണ്ടായിരുന്നാൽ മതി. അക്കാര്യത്തിൽ വിഷമിക്കണ്ട. ഞാൻ നല്ലൊരു കുക്കാണ്. എങ്കിൽ വീട്ടിൽ വന്ന് ഉടൻ തന്നെ പാചകം തുടങ്ങും. എനിക്ക് ആരെയും അറിയിക്കാനില്ല, ആരുടെ അനുവാദം വാങ്ങിക്കാനുമില്ല. അച്ഛനമ്മ അവരെ കണ്ട ഓർമ്മ പോലുമില്ല. അമ്മൂമ്മയാണ് എന്നെ വളർത്തിയത്. അമ്മൂമ്മ മരിച്ചതോടെ വീടുമായുള്ള ബന്ധത്തിന്റെ ഒടുവിലത്തെ കണ്ണിയുമറ്റു. എനിക്ക് ഗംഗ ഭാര്യ മാത്രമായിരിക്കില്ല, എല്ലാമായിരിക്കും. എനിക്ക് സ്നേഹിക്കാനും എന്നെ തന്നെ സമർപ്പിക്കാനും വേറെ ആരുമില്ല. മധുവിധുവിന്റെ ആദ്യ മാസങ്ങൾ മനോഹരങ്ങളായിരുന്നു. മിക്കവാറും സമയങ്ങളിൽ ഗംഗ വീട്ടിൽ തന്നെ ഉണ്ടാകും. നൃത്തത്തെപ്പറ്റിയും സംഗീതത്തെപ്പറ്റിയും വാചാലമായി സംസാരിക്കും. എന്റെ ജീവിതം
പൂർണ്ണമാകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എന്താ? എനിക്ക് വല്ലാതെ തല ചുറ്റുന്നു. ഇരിക്കൂ. കുതിരപ്പുറത്ത് കയറിയതുണ്ടാകാം. കൊള്ളാം. 4 മണിക്കൂർ തുടർച്ചയായി ഡാൻസ് ചെയ്തിട്ട് പോലും എനിക്കിങ്ങനെ വന്നിട്ടില്ല. എങ്കിൽ നമുക്ക് ഡോക്ടറെ കാണാം. എനിക്കൊരു സംശയം. സംശയമോ? അതെ, എന്റെ ഭാര്യ ഒരു അമ്മയാകാൻ പോകുന്നുവെന്ന്. അയ്യോ, ആ തിരുവായി കൊണ്ട് അങ്ങ് ഒന്നും പറഞ്ഞേക്കല്ലേ. പ്രസവിച്ചാൽ എനിക്ക് പെട്ടെന്ന് വയസ്സാവും. ഗംഗേ, നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? ഗർഭിണിയായാൽ എന്റെ ഭംഗി മുഴുവൻ പോകും. എന്റെ ഫാൻസ് എന്നെ കണ്ടാൽ സങ്കടം കൊണ്ട് കണ്ണു പൊത്തിക്കളയും. ഒരു കുട്ടി ഉണ്ടാവേണ്ടത് എന്റെയും നിന്റെ ആവശ്യമാണ്. അയ്യോ, ഇപ്പൊ വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ നർത്തകിയായി അറിയപ്പെടാനാണ് എനിക്ക് ആഗ്രഹം. പുതിയതരം നൃത്തങ്ങൾ ഇനിയും എനിക്ക് പഠിക്കണം. എന്റെ നൃത്ത സംഘവുമായി ലോകം മുഴുവൻ യാത്ര ചെയ്യണം. നിങ്ങളും എന്നോടൊപ്പം വരണം. നമുക്ക് നൃത്ത പരിപാടികളിലൂടെ നിറയെ പണം സമ്പാദിക്കണം. ശ്രീനഗറിലും ഡൽഹിയിലും ബോംബെയിലും ഓരോ ഡാൻസ് സ്കൂൾ, എല്ലാ സുഖവാസ സ്ഥലങ്ങളിലും സ്വന്തം കോട്ടേജ്. ഇതൊക്കെയാണ് എന്റെ സ്വപ്നം.
നീ നൃത്തം ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് അഭിമാനമേ തോന്നിയിട്ടുള്ളൂ. കലയോടുള്ള നിന്റെ ആവേശം ഇല്ലാതാക്കണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ നീ ആഗ്രഹിക്കുന്നത് ഒരു വലിയ കലാകാരിയാകാനല്ല, വലിയ പണക്കാരിയാകാനാണ്. അങ്ങനാണെങ്കിൽ തന്നെ അതിലെന്താ തെറ്റ്? നീ നിന്റെ സ്വപ്നങ്ങളെ കുറിച്ച് പറഞ്ഞു, ഞാൻ എന്റെ സ്വപ്നങ്ങളെ കുറിച്ച് പറയാം. അവ വളരെ ലളിതമാണ്. സ്വന്തമായ ഒരു കൊച്ചു വീട്, 2 കുട്ടികൾ, നിന്നെപ്പോലൊരു മകൾ, എന്നെപ്പോലൊരു മകൻ. നമ്മൾ കേരളത്തിലേക്ക് മടങ്ങും. ഞാൻ ചെറിയ തോതിൽ സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങും. മതി, നിർത്തൂ. എനിക്ക് വീണ്ടും തലചുറ്റുന്നു. നമുക്ക് വേഗം മടങ്ങാം. ഉടനെ തന്നെ ഡോക്ടറെ കാണാം. ഇനി കരഞ്ഞിട്ട് എന്താ ഫലം? പ്രേമത്തിന്റെ അസുഖം തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞതാ എടുത്ത് ചാടരുതെന്ന്. സംഭവിച്ചു പോയില്ലേ? ഈ സ്ഥിതിയിൽ എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുമോ? എന്നാലൊരു കാലക്കേട് നോക്കണേ. എത്ര പെട്ടെന്നാണ് ഓരോന്ന് മാറി മറിയുന്നത്. ദേശായി സാബ് ജപ്പാനിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഏറ്റതേ ഉള്ളൂ. സിംഗപ്പൂർ ആർട്സ് അക്കാദമി കത്തായ ടെലിഗ്രാം താറായ. അവർ റെസ്റ്റ് എടുക്കട്ടെ. ശരിയാണ്, ഗംഗ റെസ്റ്റ് എടുക്കട്ടെ. ആ നേഴ്സ് ഇവിടെ ഉണ്ടാവല്ലോ, ഞാനും ഇവിടെ ഉണ്ടാവും. ചേച്ചി പോക്കോ. ഇന്നത്തേക്ക് മാത്രമല്ല, ഇനി മരണം വരെ റെസ്റ്റ് തന്നെ. എങ്ങേ ഞങ്ങൾ പോട്ടെ. നിന്റെ വിധി, അല്ലാതെ എന്തു പറയാനാ? സത്യം പറയൂ കാമച്ചേച്ചി, എന്റെ വയറ്റത്ത് ഒത്തിരി പാടുണ്ടോ? ഈശ്വര, എന്ത് ഭംഗിയായിരുന്നു നിന്റെ വയറിന്. ഇപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ആലിര പോലെ ഇരുന്നൊരു വയറ് നീ ഒരുത്തി കാലം അടിയടി അടിയടി. അങ്ങനെ നമുക്ക് റിഹേഴ്സൽ തുടങ്ങണം. കൂടുതൽ വാശിയോടെ എനിക്ക് രംഗത്ത് തിരിച്ചു വരണം. ഫോറിൻ ടൂർ പോകണമെങ്കിൽ പുതിയ ഐറ്റംസ് കൂടി വേണമെന്നാണ് ദേശായി സാബ് പറയുന്നത്. ഒരു കേബറേ സ്റ്റൈൽ. പാത്രമൊക്കെ മഴയ്ക്ക് വെച്ചിട്ടാണോ പള്ളിയിറക്കത്തിൽ എഴുന്നള്ളിയത്? എല്ലാ ജോലിയും കഴിഞ്ഞു അമ്മായി. അർദ്ധരാത്രിക്ക് അതും പറഞ്ഞ് ജനലിന്റെ അടുത്ത് നോക്കി ഒരു നിപ്പുണ്ട്. ഞാനിതൊന്നും കാണുന്നില്ലെന്ന് കരുതണ്ട. ശാന്തമ്മേ, എന്താ ഇത്? വന്ന് കിടക്കൂ. എന്നെ ആരും പിടിച്ചോണ്ട് പോയല്ലേ മനുഷ്യ. വരുന്നു.